പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പരീക്ഷയെക്കുറിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനി അധികം ദിവസമില്ല. മാർച്ച് മാസത്തിലാണ് പരീക്ഷ. സ്റ്റേറ്റ് ബോർഡുകാർക്ക്, CBSEക്കാർക്ക് നേരത്തെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് ഒരു പെൻസിലും എടുക്കുക. ഓരോ വിഷയത്തിൻ്റെയും പാഠപുസ്തകങ്ങൾ എടുക്കുക. പാഠപുസ്തകം എടുത്തിട്ട് അതിൽ നിങ്ങൾ പഠിച്ചു തീർന്ന ഭാഗത്തൊക്കെ, പഠിച്ചു തീർന്ന പാരഗ്രാഫുകളിൽ ഒരു ടിക്ക് മാർക്ക് ഇടുക. പഠിച്ചു തീരാത്തതിൽ ഒരു ക്രോസ് മാർക്ക് ഇടുക. അങ്ങനെ എല്ലാ വിഷയവും പാഠപുസ്തകം ആദ്യം ഒന്ന് സ്കാൻ ചെയ്യുക. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം പഠിക്കാനായിട്ട്. വളരെ എളുപ്പമാണ് ടൈം ടേബിൾ ഉണ്ടാക്കാൻ. അത് പ്രാവർത്തികമാക്കാനേ പ്രയാസമുള്ളൂ. എന്തായാലും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. അത് 100% അനുസരിക്കണം. നിങ്ങളുണ്ടാക്കിയ ടൈം ടേബിൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയും ഏൽപ്പിക്കണം. അപ്പോൾ അവർ നിങ്ങളുടെ പിറകെ നടന്ന് അത് അനുസരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചോളും. ടൈം ടേബിൾ ഉണ്ടാക്കി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന് നിങ്ങൾ ആരും പിറകെ നിങ്ങളെ ചേസ് ചെയ്യാൻ വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളത് സ്കിപ്പ് ചെയ്യാനും ചാൻസ് കൂടും. ടൈം ടേബിൾ ഉണ്ടാക്കൂ, അത് രക്ഷകർത്താക്കളെ ഏൽപ്പിക്കും. എന്നിട്ട് ഓരോ പാഠപുസ്തകവും എടുത്ത് അതിൽ നിങ്ങൾ വെട്ടിയിട്ടുള്ള പാഠഭാഗം പഠിച്ചു തീർക്കുക. പഠിക്കുമ്പോൾ 8 പ്രാവശ്യം വായിക്കാൻ മറക്കരുത്. ആ 8 പ്രാവശ്യം വായിച്ച് കഴിയുമ്പോൾ ആ വെട്ടുമാർക്ക് മാറ്റി അവിടെ ഒരു ടിക്ക് മാർക്കാക്കുക. അങ്ങനെ നിങ്ങൾ ക്രോസ് മാർക്കിട്ട ഓരോ ഭാഗവും പഠിച്ചു തീർന്ന് പുസ്തകത്തിൻ്റെ അവസാനം വരെ എത്തണം. അത് എത്രയും വേഗം പൂർത്തിയാക്കുക, താമസിക്കരുത്. ഇന്ന് തന്നെ തുടങ്ങുക, നാളത്തേക്ക് വെക്കരുത്. പിന്നെ പരീക്ഷയ്ക്ക് ഒരു 8 ദിവസം മുൻപ് എങ്കിലും പഠിക്കാൻ മിച്ചമുള്ള പാഠഭാഗങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചു തീർക്കുക. ഇനി 8 ദിവസം മുൻപ് ഏതെങ്കിലും പാഠഭാഗം ഇനിയും ശേഷിക്കുന്നു, മിച്ചമുണ്ട് എങ്കിൽ അതങ്ങ് വിട്ടേക്കുക. ഇനി പഠിക്കാൻ നിൽക്കേണ്ട. പരീക്ഷയ്ക്ക് 8 ദിവസമേ ഉള്ളൂ എങ്കിൽ ഇനി ചെയ്യേണ്ടത് റിവിഷൻ മാത്രമാണ്. പഠിച്ച പാഠഭാഗങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ആ വിഷയവുമായി ബന്ധപ്പെട്ട പഴയ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇപ്പോൾ പല പബ്ലിക്കേഷനും ബുക്കുകളായിട്ട് വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ നെറ്റിൽ കിട്ടും. ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ സംഘടിച്ച് നിങ്ങൾ ആൻസർ എഴുതി നോക്കണം. കണക്കൊക്കെ പലപ്പോഴും പല കുട്ടികളും പരാതി പറയുന്ന ഒന്നാണ്, സമയം തികഞ്ഞില്ല. ആ പരാതി തന്നെ തെറ്റാണ്. സമയം തികഞ്ഞില്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും ഈ 2.5 മണിക്കൂർ കൊണ്ട് എഴുതി തീർത്ത് 100-ൽ 100 മാർക്ക് വാങ്ങുന്ന കുട്ടികളില്ലേ? അവർക്കെന്താ 5 മണിക്കൂർ കൊടുത്തോ കൂടുതൽ? ഇല്ലല്ലോ. അപ്പോൾ എന്തായിരുന്നു കുഴപ്പം? ആലോചിക്കേണ്ടതാണ്. എൻ്റെ സ്പീഡ് പോരാ, അതാണ് കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. സമയം തികഞ്ഞില്ല നല്ല പരാതി പറയേണ്ടത്, എൻ്റെ സ്പീഡ് പോരാ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ കണക്കിൻ്റെയൊക്കെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് വീട്ടിലിരുന്ന് ചെയ്യാൻ തുടങ്ങുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കുന്നത് വരെ എഴുതിക്കരുത്. എത്ര മണിക്ക് എഴുതാൻ തുടങ്ങി എന്ന് കുറിച്ച് വയ്ക്കുക. എത്ര മണിക്ക് എഴുതി തീർത്തു എന്നും കൂടെ എഴുതുക. ചോയ്സുള്ള ചോദ്യങ്ങളാണെങ്കിൽ ആ 2 ഭാഗവും നിങ്ങൾ ഉത്തരം എഴുതണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ 2.5 മണിക്കൂർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആൻസർ ചെയ്യാൻ 3 മണിക്കൂറോ അതിൽ കൂടുതലും എടുത്തേക്കും. ചോയ്സിലെ 2 ചോദ്യങ്ങളും എഴുതുന്നത് ഒരു കാരണമാണ് കേട്ടോ. എന്തായാലും എഴുതണം. 3 മണിക്കൂർ കൂടുതൽ എടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. അതിനെക്കുറിച്ച് ഓർത്ത് ബേജാറാവണ്ട, പേടിക്കണ്ട. പക്ഷെ അങ്ങനെ നിങ്ങളൊരു 8 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്യണം. ഒരു 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെ 6ാമത്തെ ആകുമ്പോൾ 2.5 മണിക്കൂറിനകത്ത് നിങ്ങൾ തീരും. ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളിങ്ങനെ ചെയ്യാമെങ്കിൽ 2.5 മണിക്കൂർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ 2 മണിക്കൂറോ അതിന് മുൻപോ നിങ്ങൾ തീർക്കും. ഒരു സംശയം വേണ്ട. ഇതൊക്കെ ഒരു സ്കില്ലാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ആർക്കും എന്ത് ജോലിയും വേഗത്തിൽ ചെയ്യാൻ കഴിയും.
നിങ്ങൾക്ക് ഇത് അനായാസേന സാധിക്കും. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുക്കുക, ഒറ്റയിരിപ്പിൽ അതിൻ്റെ ഉത്തരം എഴുതി തീർക്കുക. ഓരോ വിഷയത്തിൻ്റെയും 8 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ആൻസർ ചെയ്യണം. അങ്ങനെ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം മിച്ചം വരും. പിന്നെ ഒരു കാര്യം ആലോചിക്കാനുള്ളതാണ്, പരീക്ഷ ഹാളിൽ ഓരോ ചോദ്യവും മനസ്സിരുത്തി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വേണം ഉത്തരം എഴുതാൻ. പല കുട്ടികളും ചെയ്യുന്നത് ABC ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ A ഭാഗം നന്നായിട്ട് വായിക്കും, B ഒരുമാതിരി ഉഴപ്പി വായിക്കും, C ഒരു പകുതി വായിക്കും, ബാക്കി പകുതി ഗസ് ചെയ്യും, തോന്നുന്ന ഉത്തരം എഴുതും. വെളിയിൽ വന്ന് പിന്നെ നോക്കുമ്പോൾ അയ്യോ ഇതിങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഉത്തരം എഴുതി എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന ധാരാളം കുട്ടികളെ കണ്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് ഓരോ ചോദ്യവും മനസ്സിരുത്തി ഒരു 3 പ്രാവശ്യമെങ്കിലും വായിക്കുക. ചോദ്യം വായിച്ച് ഒരു 20 സെക്കൻഡെങ്കിലും മനസ്സുകൊണ്ട് ഉത്തരം ആലോചിച്ചിട്ട് മാത്രമേ എഴുതാവൂ. പെട്ടെന്ന് തോന്നുന്ന ഉത്തരത്തിനെ മുറുകെ പിടിച്ച് ചിന്തയെ അറസ്റ്റ് ചെയ്യരുത്. പെട്ടെന്ന് തോന്നുന്ന ഉത്തരം പലപ്പോഴും വഴിതെറ്റിക്കുന്ന ഒന്നാവാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞ് വെളിയിൽ വന്നിട്ട് സുഹൃത്തുക്കളോടോ അമ്മയോടോ അച്ഛനോടോ സ്കൂളിലെ അധ്യാപകരോടോ ട്യൂഷൻ മാസ്റ്ററോടോ നിങ്ങൾ എഴുതിയ ഉത്തരം എന്തായിരുന്നുവെന്നും അത് ശരിയാണോ തെറ്റാണോ എന്നും ചർച്ച ചെയ്യരുത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അപ്രകാരം ചർച്ച ചെയ്തു, ഒരാൾ ചോദിച്ചു നിങ്ങളുടെ ഉത്തരം തെറ്റാണെന്ന് മനസ്സിലാക്കി, നിങ്ങൾക്ക് പോയി ആ ഉത്തര പേപ്പർ തിരുത്താൻ കഴിയുമോ? ഇല്ലല്ലോ. എന്തായാലും തിരുത്താൻ കഴിയില്ല, പോയത് പോയി. മാത്രമല്ല മറ്റുള്ളവർ ചോദിച്ച് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് സങ്കടം വരും. അത് അടുത്ത ദിവസത്തെ പഠിത്തത്തെ ബാധിക്കും. അതുകൊണ്ട് പരീക്ഷ ഹാളിൽ നിന്ന് വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് പിന്നെ ഒരു ചിന്തയും വേണ്ട, ആ ക്വസ്റ്റിനെക്കുറിച്ച് ആരോടും ഒരു ചർച്ചയും വേണ്ട. പത്രങ്ങളിലൊക്കെ ഒരുപക്ഷെ ഈ ചോദ്യപേപ്പർ വിശകലനം ചെയ്ത് വാർത്ത വരും. അത് വായിക്കണം എന്ന് നിർബന്ധമുള്ളവരത് വെട്ടിവെച്ചോളൂ, അന്ന് വായിക്കരുത്. എല്ലാ വിഷയവും പരീക്ഷ കഴിഞ്ഞിട്ട് വായിച്ചോളൂ, കുഴപ്പമില്ല. അതുപോലെ പരീക്ഷാ ദിവസങ്ങളിൽ രാവിലെ കൂട്ടുകാരുമായിട്ട് ഉത്തരങ്ങൾ ചർച്ച ചെയ്യേണ്ട. കാരണം ഒരേ ഉത്തരം, ഒരേ ശരി ഉത്തരം തന്നെ വ്യത്യസ്ത സെൻറ്റൻസുകൾ ഉപയോഗിച്ച് എഴുതാനും പറയാനും നമുക്ക് കഴിയും. ഇപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകാരനുമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു ഉത്തരം ചർച്ച ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിലൊരു സെൻറ്റൻസ് ഉണ്ട്. ഇനി ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി, ഒരു ഫ്രണ്ട് അതേ ഉത്തരം വേറൊരു സെൻറ്റൻസ് ഉപയോഗിച്ച് പറയുന്നു. അപ്പോൾ സൈക്കോളജിക്കലി എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു തോന്നൽ വരും, ആ ഉത്തരം കൂടുതൽ ശരിയാണ്, എൻ്റെ ഉത്തരം തെറ്റാണ് എന്ന ഒരു ചിന്ത നിങ്ങളെ ബാധിക്കും. ആ ചിന്ത കാരണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഉത്തരം നിങ്ങൾ കളയുകയും ചെയ്യും. ഫ്രണ്ട് പറഞ്ഞ ഉത്തരത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കും, പക്ഷേ ആ ഒരു ദിവസം രാവിലെ കൊണ്ട് അതിലെത്തിച്ചേരാനൊന്നും കഴിയില്ല. അപ്പോൾ എന്താ പറ്റി? മനസ്സിലുണ്ടായിരുന്ന ഉത്തരം പോയി, വേണമെന്ന് തോന്നിയ പുതിയ ഉത്തരത്തിൽ നിങ്ങൾ എത്തിയുമില്ല. അതുകൊണ്ട് പരീക്ഷാ ദിവസങ്ങളിൽ ആരുമായിട്ടും ഉത്തരങ്ങളോ ചോദ്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യരുത്. അത്യാവശ്യം ചർച്ച കൂടിയ കഴിയുമെങ്കിൽ അത് അധ്യാപകരുമായിട്ട് മാത്രം ചർച്ച ചെയ്യുക. പിന്നെ ഉറക്കം. പരീക്ഷയ്ക്കൊരു 3 ദിവസം മുമ്പ് വരെ നിങ്ങളൊരു 6 മണിക്കൂറൊക്കെ ഉറങ്ങിയാലും മതി. ബാക്കി സമയമൊക്കെ പഠിക്കാൻ ഉപയോഗിച്ചോളൂ. പക്ഷെ 6 മണിക്കൂറെങ്കിലും ഉറങ്ങേ തീരും കേട്ടോ. കാരണം ഉറക്കം നന്നായിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതൊന്നും മെമ്മറിയിൽ നേരെ പോവില്ല. പരീക്ഷയ്ക്ക് 3 ദിവസമേ ഉള്ളെങ്കിൽ അന്ന് തൊട്ട് നിങ്ങളുടെ ഉറക്ക സമയം ഒരു 7.5 മണിക്കൂറെങ്കിലും വേണം. അത് 9 ആക്കാമെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ബട്ട് നിർബന്ധമായും 7.5 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. പണ്ട് റാങ്ക് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു വിദ്യാർത്ഥി സ്കൂള് ഫസ്റ്റ് റാങ്ക് ഉറപ്പിച്ചിരുന്ന കുട്ടിയാണ്. പരീക്ഷ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ആ ഫസ്റ്റ് റാങ്ക് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി ഉറങ്ങാതെ ഇരുന്ന് ഫുൾ പഠിച്ചു. 2ാം ദിവസവും അത് തന്നെ ചെയ്തു. 2ാം ദിവസം പരീക്ഷ തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബോധം നഷ്ടപ്പെട്ട കുട്ടി ബോധം തെളിയുമ്പോൾ പരീക്ഷയെല്ലാം കഴിഞ്ഞിരുന്നു. 1 വർഷം പോയി. എന്ത് നേടി ആലോചിക്കും. അതുകൊണ്ട് പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 7.5 മണിക്കൂറോ അതിൽ കൂടുതലോ ഉറങ്ങുക.
തലേദിവസം പഠിത്തം കൊണ്ട് ആരും ഒന്നും നേടുന്നില്ല. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്, പഠിക്കാനുള്ള പാഠഭാഗങ്ങളൊക്കെ ക്രോസ് മാർക്കൊക്കെ ഇട്ട് അടയാളപ്പെടുത്തി അതൊക്കെ ഒരു 8 ദിവസത്തിന് മുൻപ് പഠിച്ചു തീർക്കും. ആ 8 ദിവസം കൊണ്ട് നല്ല റിവിഷൻ ചെയ്യും. ലാസ്റ്റ് മിനിറ്റ് ലേണിംഗ് കൊണ്ട് നിങ്ങൾ അധികം ഒന്നും നേടുന്നില്ല. മാത്രമല്ല അവസാന നിമിഷത്തെ വായിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ കണ്ണൊരു പേജിലായിരിക്കാം, മനസ്സ് മറ്റൊരു പേജായിരിക്കും, ചിന്ത മറ്റൊരു പേജുമായിരിക്കാം. ഇതെല്ലാം കൂടെ കൂടിക്കലർന്ന് കൺഫ്യൂഷൻ വിളിച്ച് വരുത്തണം. പരീക്ഷ തലേദിവസം നല്ല റിലാക്സേഷനാണ് വേണ്ടത്, നല്ല റിലാക്സ് ചെയ്യണം. അപ്പോൾ ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങിക്കോളൂ. പഠിക്കാൻ മിച്ചമുള്ള എല്ലാം പഠിച്ചു തീർക്കൂ. പിന്നെ ഏത് ചാപ്റ്ററാണ് കൂടുതൽ പ്രാധാന്യം എന്ന് നിങ്ങൾക്കറിയാം. അതിനനുസരിച്ച് പഠിത്തം നിങ്ങൾ തന്നെ ഒന്ന് ചിട്ടപ്പെടുത്തൂ. പ്രാധാന്യം കൂടിയ ചാപ്റ്റർ, കൂടുതൽ മാർക്കുള്ള ചോദ്യങ്ങളുള്ള ചാപ്റ്ററുകൾ ആദ്യം തീർക്കുക. ഏറ്റവും കുറച്ച് മാർക്കുള്ള ചാപ്റ്റർ അവസാനത്തേക്ക് മാറ്റി വയ്ക്കുക. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും ഒരു ചാപ്റ്ററിനെ തുടർച്ചയാണ് മറ്റൊരു ചാപ്റ്ററെങ്കിൽ ആ ക്രമത്തിൽ തന്നെ പഠിക്കണം. എ എന്ന ചാപ്റ്ററിന് തുടർച്ചയാണ് ബി എങ്കിൽ ബി പഠിച്ചിട്ട് എ പഠിക്കരുത്. പിന്നെ ഓരോ ചാപ്റ്ററും പഠിക്കാൻ എടുക്കുമ്പോൾ ടെക്സ്റ്റിൽ അതിൻ്റെ സമ്മറി ചില പാഠപുസ്തകങ്ങളിലുണ്ടാവും. സമ്മറി ഉണ്ടെങ്കിൽ ആ സമ്മറി ആദ്യം വായിക്കുക, എന്നിട്ട് പാഠഭാഗം വായിക്കുക. സമ്മറി ഇല്ലാത്ത പാഠമാണെങ്കിൽ അതിൻ്റെ സബ് ടൈറ്റിൽസ്, ഉപതലക്കെട്ടുകളെങ്കിലും 1-2 പ്രാവശ്യം വായിച്ചിട്ട് പാഠഭാഗം വായിക്കുക. അങ്ങനെ ആകുമ്പോൾ അത് നിങ്ങളുടെ ചിന്ത കുറച്ചുകൂടി നന്നാക്കും. ഈ രീതിയിലൊക്കെ പഠിക്കുക. അപ്പോൾ ഓർക്കുക, ഇന്ന് മുതൽ ഈ നിമിഷം നിങ്ങളിത് കേട്ട് തീർന്ന ഉടനെ ജോലി തുടങ്ങണം, മാറ്റിവെക്കരുത്. ഒരിക്കലും ഒട്ടും തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒന്നേ ഉള്ള സമയം. ടൈം ലോസ്റ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ. ഈ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിയുന്ന ഓരോ സെക്കൻഡ് അതുപോലും എന്നേക്കുമായി നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഒരിക്കലും അതിന് തിരിച്ചു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ പ്രോഗ്രാം കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ പഠനം ചിട്ടപ്പെടുത്തു. പഠന പ്രവൃത്തി ഇമ്മീഡിയറ്റ്ലി ഇത് ഓഫ് ചെയ്യുക, ഓഫ് ചെയ്തിട്ട് പഠന പ്രവർത്തനം ആരംഭിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിഷയത്തിനും A1 അല്ലെങ്കിൽ A+ ഉറപ്പാണ്. ഒരു ചിട്ടയോടുകൂടി പഠനം ആരംഭിക്കൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇന്ന് തന്നെ തുടങ്ങുമെങ്കിൽ, നിങ്ങൾ ഇതുവരെ ഒരു അക്ഷരം പോലും പഠിച്ചിട്ടില്ലാത്ത കുട്ടിയാണെങ്കിലും ഈ നിമിഷം തുടങ്ങാമെങ്കിൽ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ പ്രോഗ്രാം സ്വിച്ച് ഓഫ് ചെയ്യൂ, പോയിരുന്ന പഠനം ഉടനെ ആരംഭിക്കും.